ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ മറ്റൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് പോവുകയാണ്. ഇപ്പോൾ റാങ്കിംഗ് ടാസ്ക് അവസാനിച്ചു. ടാസ്ക് ആരംഭിച്ച തുടക്കം മുതൽ തന്നെ ശക്തമായ വാഗ്വാദങ്ങളും തർക്കങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരുന്നു. ഒടുവിൽ വെറും ശബ്ദ കോലാഹലങ്ങളായി മാറി. സത്യം പറഞ്ഞാൽ ഈ ടാസ്കുകളൊക്കെ എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് ഒരു വ്യക്തതയുമില്ലാത്ത ആൾക്കാരാണ് ഈ സീസണിലെ മത്സരാർത്ഥികൾ എന്ന് പറയാതിരിക്കുവാൻ കഴിയില്ല. ഏറെ കാര്യങ്ങൾ ഈ വിഷയങ്ങളെക്കുറിച്ച് വിശദീകരിക്കുവാനുണ്ട്. എന്തായാലും ടാസ്ക് കഴിഞ്ഞപ്പോൾ 1ാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത് അഭിഷേക് ശ്രീകുമാറാണ്. പലരും പല ആൾക്കാരെയും ടാർഗറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട്. അവരുടെ കഴിവുകളെ ആരും അംഗീകരിക്കുന്നില്ല. അവരവിടെ പറഞ്ഞതോ അവരെങ്ങനെയൊക്കെയാണ് ആദ്യ ദിവസം മുതൽ അവിടെ നിലനിന്നത്, ഈ കാര്യങ്ങൾക്കൊന്നും അവിടെ യാതൊരു പ്രസക്തിയുമില്ല. അവരത് എണ്ണി പറഞ്ഞ് സ്ഥാപിക്കുവാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതിനെയൊന്നും സപ്പോർട്ട് ചെയ്യുവാൻ ആ വീട്ടിൽ ആൾക്കാരാരുമില്ല. പക്ഷേ അഭിഷേക് ശ്രീകുമാർ വന്ന ദിവസം മുതൽ ജെന്യുവിനായിരുന്നു. പുറത്തെങ്ങനെയാണോ അതുപോലെ തന്നെയാണ് അകത്തും നിൽക്കുന്നത്. ടാസ്കുകളൊക്കെ ഭംഗിയായി കളിച്ചിട്ടുണ്ട്. ഇതിനപ്പുറത്ത് അഭിഷേകിന് ഒന്നും പറയുവാനില്ല. എന്നാൽ എണ്ണി പല പോയിന്റുകൾ 10ഉം 15ഉം പോയിന്റുകൾ പറഞ്ഞ പല ആൾക്കാരുമുണ്ട്. അവരെയൊന്നും സപ്പോർട്ട് ചെയ്യുവാൻ ആൾക്കാർ ആരുമില്ലായിരുന്നു. അഭിഷേകിനെതിരെ വളരെ വാലിഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ പല ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: നിങ്ങൾ ഏത് കാര്യത്തിൽ എപ്പോഴാണ് ഇവിടെ ശബ്ദമുയർത്തിയിട്ടുള്ളത്? നിങ്ങളുടെ കാര്യത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റുള്ള ആരുടെയെങ്കിലും കാര്യത്തിന് വേണ്ടിയോ പൊതുവായി ഏതെങ്കിലും വിഷയത്തിലോ നിങ്ങൾ എപ്പോഴെങ്കിലും ഇവിടെ ഇടപെട്ടിട്ടുണ്ടോ? ഒരു മത്സരാർത്ഥി എന്ന നിലയിൽ നിങ്ങൾ ഇടപെടേണ്ട എല്ലാ മേഖലകളിലും നിങ്ങൾ ഒരിടത്ത് മാറി കാഴ്ചക്കാരനെ പോലെ ഇരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ഇവിടുത്തെ 1ാം സ്ഥാനക്കാരനായി നിൽക്കുവാൻ എന്ത് യോഗ്യതയാണുള്ളത്? ഈ ചോദ്യങ്ങൾക്ക് അഭിഷേകിന് വ്യക്തമായ മറുപടിയില്ല. എന്നാൽ 1ാം സ്ഥാനത്തേക്ക് അപ്സരയും മത്സരിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ സിജോ ഉണ്ട്, നന്ദനയുമുണ്ട്. സിജോയെ പുറത്താക്കുക എന്നുള്ളത് ഒരു കൂട്ടം ആൾക്കാരുടെ ആവശ്യമാണ്. സിജോ അദ്ദേഹത്തിന് ഫിസിക്കൽ അസോൾട്ട് ഉണ്ടായതും അതിനു മുമ്പ് അദ്ദേഹം എങ്ങനെ നിലനിന്നുവെന്നും തിരിച്ചു വന്നതിന് ശേഷം എങ്ങനെയാണ് അയാളുടെ നിലപാടുകളും നിലനിൽപ്പും എന്നും എല്ലാം വിശദീകരിച്ചു. അപ്സര വന്നു കയറിയ സമയം മുതൽ ക്യാപ്റ്റൻസി തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായിട്ട് തൻ്റെ എഫേർട്ടുകളെ പോയിന്റ് ഔട്ട് ചെയ്തുകൊണ്ട് സംസാരിച്ചു. നന്ദന മാത്രമാണ് അല്പം ബാക്കിൽ പോയത്. നന്ദനയ്ക്ക് ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളായിരുന്നു: 1ാം സ്ഥാനത്തെത്തുവാനുള്ള എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട യോഗ്യത, ഞാനിവിടെ വന്നിരിക്കുന്നത് എനിക്കൊരു വീട് വെക്കാൻ വേണ്ടിയാണ്. എനിക്കൊരു വീടില്ല, എൻ്റെ അമ്മയ്ക്ക് കുറച്ച് കടങ്ങളുണ്ട്, ആ കടം വീട്ടി ഒരു വീട് വെക്കണം. അതുകൊണ്ട് തന്നെ 1ാം സ്ഥാനത്ത് നിൽക്കുവാൻ യോഗ്യതയുള്ള വ്യക്തി ഞാനാണ് എന്നാണ് എൻ്റെ ചിന്ത എന്ന് പറയുന്നു. അതിനെ എല്ലാവരും കൂടി കടന്നാക്രമിക്കുന്നുണ്ട്. ജാസ്മിനൊക്കെ വളരെ കൃത്യമായിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. നീ കടം വീട്ടാൻ വന്നോ എന്നുള്ളതല്ല ഇവിടുത്തെ ചോദ്യം. കടം വീട്ടാൻ വരുന്ന സ്ഥലം ബിഗ് ബോസ് അല്ല. ഇവിടേക്ക് വന്നു കയറുന്ന എല്ലാവർക്കും ഓരോരോ ഉദ്ദേശങ്ങളുണ്ട്. എല്ലാവർക്കും പൈസയ്ക്ക് ആവശ്യമുണ്ട്. ആ പൈസ കൊണ്ട് പലർക്കും പല ലക്ഷ്യങ്ങളും ഉണ്ടാകും. പക്ഷേ അതല്ല ഇവിടുത്തെ പ്രധാനപ്പെട്ട ചോദ്യം. പ്രേക്ഷകർ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്, പ്രേക്ഷകർ കാണാൻ ആഗ്രഹിക്കുന്നത് ഇവിടുത്തെ പെർഫോമൻസ് ആണ്. ഇതിനകത്ത് വന്നതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ളതാണ് നിങ്ങൾ പറയേണ്ടത്. അതിന് കൃത്യമായിട്ടുള്ളൊരു മറുപടി നന്ദനയ്ക്കും ഉണ്ടായിരുന്നില്ല. അങ്ങനെ മുൻപോട്ട് സംസാരിച്ച് സമയം തീരുകയാണ്. അല്പസമയം എക്സ്ട്രാ വീണ്ടും ബിഗ് ബോസ് അനുവദിച്ചു. അവിടെയും ഒരു അഭിപ്രായ ഐക്യത്തിലേക്ക് എത്താൻ കഴിയാതെ വന്നപ്പോഴേക്കും ഭൂരിപക്ഷ അഭിപ്രായ പ്രകാരം ഒരാളിനെ 1ാം സ്ഥാനത്തേക്ക് നിശ്ചയിക്കുക എന്നുള്ളതായി. അവിടെ സിജോ ഒരിക്കലും ഒന്നിലെത്തരുതെന്നും അപ്സര ഒരിക്കലും ഒന്നിലെത്തരുതെന്നും ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കഴിവിൻ്റെയോ അല്ലെങ്കിൽ ഇവിടെ എന്തൊക്കെ എഫേർട്ട് ഇട്ട് എന്നുള്ളതിൻ്റെയോ അടിസ്ഥാനങ്ങൾ നോക്കാതെ കൂടുതൽ ആൾക്കാർക്ക് വ്യക്തിപരമായി ഇഷ്ടം തോന്നിയ ഒരാൾ അഭിഷേക് ആയതുകൊണ്ട് കൂടുതൽ പേർ അഭിഷേകിനെ കൈപൊക്കി 1ാം സ്ഥാനത്തേക്ക് നിയോഗിച്ചു. ആ സമയത്ത് 1ാം സ്ഥാനത്തിന് വേണ്ടി മത്സരിച്ച ബാക്കി 3 ആൾക്കാർ ഏറ്റവും പുറകിലുള്ള 13, 12, 11 സ്ഥാനങ്ങളിലേക്ക് മാറ്റപ്പെടുകയാണ് എന്നുള്ളത് കൂടി ഓർക്കണം. 2ാം സ്ഥാനത്തേക്ക് ഇതുപോലെ തന്നെയായിരുന്നു ജിൻഡോയെ സ്ഥാപിച്ചത്. നോറയും ജിൻഡോയും 2ാം സ്ഥാനത്തെത്തുന്നു. നോറയ്ക്ക് 3 വോട്ടേ കിട്ടിയുള്ളൂ, ജിൻഡോയ്ക്ക് 4 വോട്ട് കിട്ടി എന്നുള്ളത് കൊണ്ട് തന്നെ ജിൻഡോ 2ാം സ്ഥാനത്തേക്ക് എത്തുന്നു. ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായൊരു കഥാപാത്രം, എത്ര പേർ ശ്രദ്ധിച്ചു എന്നെനിക്കറിയില്ല, എങ്കിലും എനിക്ക് ശ്രദ്ധേയമായി തോന്നിയൊരു കഥാപാത്രം അൻസിബയാണ്. ഇത് പറയുമ്പോൾ അൻസിബയോടുള്ള പേഴ്സണൽ ഗ്രഡ്ജാണ് എന്നൊക്കെ പല ആൾക്കാർ വ്യാഖ്യാനിക്കാറുണ്ട്. ഞാൻ അൻസിബയെ തന്നെ ടാർഗറ്റ് ചെയ്ത് സംസാരിക്കുന്നു. അൻസിബയെ എനിക്കറിയില്ല, അൻസിബയുമായിട്ട് നമുക്ക് ഒരു ബന്ധവുമില്ല. ബിഗ് ബോസ് മലയാളം സീസൺ 6ൽ വന്ന സമയം മുതൽ അൻസിബയുടെ നിലപാടുകൾക്കെതിരെ മാത്രമാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളത്. ഒരു ഗെയിമർ എന്ന നിലയിൽ ഒന്നിലും യാതൊരു എഫേർട്ടും ഇടാതെ മാറി നിൽക്കുന്ന ഒരാളായിട്ടാണ് അൻസിബയെ കാണുവാൻ സാധിച്ചത്. ഈ ടാസ്കിന്റെ തുടക്കം മുതൽ അവസാനം വരെ വായിൽ നിന്നും ഒരക്ഷരം പോലും പുറത്തു വരാതെ എല്ലാം ഒരു കാഴ്ചക്കാരിയെ പോലെ നോക്കി നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അൻസിബ. 7ാം സ്ഥാനത്തേക്കാണ് വന്നു നിന്നത്. അൻസിബയുടെ 7ാം സ്ഥാനം തിരികെ വാങ്ങുവാൻ ആരും തയ്യാറായതുമില്ല. അൻസിബ അവിടെ നിന്നു പോയിക്കോട്ടെ എന്ന് ബാക്കിയുള്ളവർ വിചാരിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അൻസിബ 7ാം സ്ഥാനത്ത് നിന്നു. അവസാന നിമിഷത്തിൽ അൻസിബ ഒരു കാര്യം പറഞ്ഞു: നിങ്ങളെപ്പോലൊന്നും സംസാരിക്കാൻ എനിക്കറിയില്ല, അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല.
അൻസിബയുടെ സ്വഭാവത്തിന് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഒത്തിരി പ്രേക്ഷകരുണ്ട്. നല്ല സ്വഭാവമാണ്, അതുകൊണ്ട് അൻസിബയ്ക്ക് വോട്ട് കൊടുക്കണം. ഓക്കെ, അതൊരു നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഒരു ഗെയിമർ എന്ന നിലയിൽ ഒരു കാരണവശാലും നമുക്ക് അൻസിബയെ ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ല. അതുകൊണ്ടുള്ള വിമർശനങ്ങൾ മാത്രമാണ് പറയുന്നത്. എൻ്റെ ചോദ്യം എത്ര മാത്രമേ ഉള്ളൂ, ബിഗ് ബോസിനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണോ? ബിഗ് ബോസ് എന്ന ഷോ നിങ്ങൾ കാണുന്ന ഒരു വ്യക്തിയാണോ? അങ്ങനെയുണ്ടെങ്കിൽ അൻസിബയെ പോലെയുള്ള ഒരു കൂട്ടം മത്സരാർത്ഥികളാണ് ഈ ഷോയിൽ വരുന്നതെങ്കിൽ ഈ ഷോയുടെ ഗതി എന്താകും? നിങ്ങൾ 1-2 ദിവസങ്ങൾക്ക് അപ്പുറത്തേക്ക് ഈ ഷോ കാണാൻ തയ്യാറാകില്ല. കാരണം അത്രമാത്രം അറുബോറായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ പോക്ക്. 1-ാം സ്ഥാനത്തേക്ക് അഭിഷേക്, 2-ാം സ്ഥാനത്തേക്ക് ജിൻഡോ, 3-ാം സ്ഥാനം അർജുൻ, 4-ാം സ്ഥാനം ശ്രീതു, 5-ാം സ്ഥാനം ഋഷി, 6-ാമത് സായി, 7-ാമത് അൻസിബ, 8-ാമത് റസ്മിൻ, 9-ാമത് നോറ, 10 ജാസ്മിൻ, 11 സിജോ, 12 അപ്സര, 13 നന്ദന. അതെ, ടാസ്കുകൾ കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെയാണ് ഓരോരുത്തരുടെയും റാങ്കിംഗ് വന്നിരിക്കുന്നത്. ഇതിനകത്ത് അവസാന സമയത്ത് അപ്രതീക്ഷിതമായി ഒരു ട്വിസ്റ്റും വന്നിട്ടുണ്ട്. 1-ാം സ്ഥാനത്തേക്ക് എത്തിയ അഭിഷേക് ശ്രീകുമാറാണ് 11-ാം ആഴ്ചയിലെ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത്.